planned outages and unplanned outages, measuring information availability. Equations important on IA is equal to system uptime divided by system uptime plus system downtime. IA is equal to MTBF divided by MTBF plus MTTR. Okay. IA calculate ചെയ്യുമ്പോൾ percentage calculate ചെയ്യുക. Okay. Then MTBF is equal to total operational time divided by number of failures. MTTR equal to total downtime divided by number of failures. Okay. BC terminology BC business continuity, disaster recovery, disaster restart, RPO recovery point objective and recovery time objective RPO. Three terms are another. Then PC life cycle planning ഈ 5 സ്റ്റേജസ് ആണുള്ളത്. എസ്റ്റാബ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്, അനലൈസിംഗ്, ഡിസൈനിങ് ആൻഡ് ഡെവലപ്പിംഗ്, ഇംപ്ലിമെൻറ്റിംഗ്, ട്രെയിനിങ്, ടെസ്റ്റിംഗ്, അസസിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ്. ഓക്കെ, ബിസിനസ് ഇമ്പാക്ട് അനാലിസിസ് എന്നുള്ള കണ്ടതാണ്. ഓക്കെ, എസെൻഷ്യൽ നമ്മുടെ ബിസിനസ്സിൻ്റെ സർവൈവലിന് എസെൻഷ്യൽ ആയിട്ടുള്ള യൂണിറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് അനലൈസ് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഡിഫറൻസ് ടാസ്കുകളാണ്. ഓക്കെ, 1 to 9. ദെൻ ടെക്നോളജി സൊല്യൂഷൻസ്, അതിൽ ഈ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സിംഗിൾ പോയിന്റ്സ് ഓഫ് ഫെയിലിയർ ആൻഡ് മൾട്ടി പാത്തിങ് സോഫ്റ്റ്വെയർ അല്ലേ. സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ എന്ന് പറയുന്ന സമയത്ത് ഒരു കമ്പോണൻറ്റിൻ്റെ ഫെയിലിയർ കാരണം എൻറ്റയർ സിസ്റ്റം ടെർമിനേറ്റ് ആയി പോകുന്നത്. അതിൻ്റെ ഒരു ഫാൾട്ട് ടോളറൻസ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? മാക്സിമം അല്ലേ, റിഡൻഡൻസി മീൻസ് മാക്സിമം ഒരു എന്താ മൾട്ടിപ്പിൾ HBAs, മൾട്ടിപ്പിൾ ഫാബ്രിക്സ്, മൾട്ടിപ്പിൾ സ്റ്റോറേജ് അറേ പോർട്സ്. ഓക്കെ, കണ്ടിന്യൂസ് ഈവൻ ഒരു കമ്പോണൻറ്റ് ഫെയിൽ ആയാൽ കൂടെ എൻ്റെ സിസ്റ്റം ഫെയിൽ ആവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇവിടെ ഒരു സ്റ്റോറേജ് അറേ ഉണ്ട്, ബട്ട് റിമോട്ട് സ്റ്റോറേജ് അറേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സപ്പോസ് ഈ ഒരു സ്റ്റോറേജ് അറേ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഈ റിമോട്ട് സ്റ്റോറേജ് അറേ യൂസ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റം വർക്കിംഗ് കണ്ടീഷനിലായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ബാക്കപ്പ് ആൻഡ് റിക്കവറി. ഓക്കെ, ബാക്കപ്പ് ആൻഡ് റിപ്ലിക്കേഷൻ. ഓക്കെ, ബാക്കപ്പ് ആൻഡ് റിക്കവറി, ഫസ്റ്റ് വൺ. ഓക്കെ, ബാക്കപ്പ് എന്തിനാണ് നമ്മൾ ചെയ്യാറ്? Hello? Okay. A backup is a copy of production data created and retained for the sole purpose of recovering deleted or corrupted data. Okay. Backup to tape is the predominant magnetic tape on the backup to tape is the predominant method of ensuring data availability. These days, low cost, high capacity disks are used for backup, which considerably speeds up the backup and recovery process. The frequency of backup is determined based on RPO, RTO and the frequency of data changes. Okay, RPO, RTO നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ അവൈലബിലിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ? ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ, സോ ഇവിടെ നമുക്ക് 3 ടൈപ്പ് റിപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്റ്റോറേജ് അറേ ബേസ്ഡ് റിപ്ലിക്കേഷൻ, സ്റ്റോറേജ് അറേ ബേസ്ഡ് റിപ്ലിക്കേഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ ലോക്കൽ, സെക്കൻഡ് വൺ റിമോട്ട് ആയിട്ട് ചെയ്യുന്നതാണ്. ദെൻ ഹോസ്റ്റ് ബേസ്ഡ് റിപ്ലിക്കേഷൻ. ഓക്കെ, മൂന്നും വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇതെന്താ നോക്കാം. സ്റ്റോറേജ് അറേ ബേസ്ഡ് റിപ്ലിക്കേഷൻ ലോക്കൽ, സ്റ്റോറേജ് അറേ ബേസ്ഡ് റിപ്ലിക്കേഷൻ റിമോട്ട് ആൻഡ് ഹോസ്റ്റ് ബേസ്ഡ് റിപ്ലിക്കേഷൻ. സ്റ്റോറേജ് അറേ ബേസ്ഡ് റിപ്ലിക്കേഷൻ ലോക്കൽ എന്ന് പറയുമ്പോൾ തന്നെ data can be replicated to a separate location within the same storage array. Same storage array തന്നെ replicate ചെയ്യാണ് ഡാറ്റ. Okay, the replica is used independently for PC operations. Replicas can also be used for restoring operations if data corruption occurs. Okay, local storage array based replication local എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സെയിം സ്റ്റോറേജ് അറേയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡാറ്റനെ റിപ്ലിക്കേറ്റ് ചെയ്യാണ് അല്ലേ. ഹലോ, ഡൗട്ട് ഇല്ലല്ലോ, സിമ്പിൾ അല്ലേ? ദെൻ റിമോട്ട് എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും? സെയിം തിങ്. നമ്മൾ എന്താ ചെയ്യുന്നത്? വിത്തിൻ ദ സ്റ്റോറേജ് അറേ അല്ല, ലൊക്കേറ്റഡ് അറ്റ് remote site അല്ലേ. data in a storage array can be replicated to another storage array located at a remote site within the storage array alla. Okay, so if the storage array is lost due to a disaster, BC operations starts from the remote storage array. Okay, okay alle, hello. Then host based replication എന്തായിരിക്കും ഇവിടെ? host based replication എന്ന് പറയുന്നത് the application software or the LVM ensures that a copy of the data managed by them is maintained either locally or at a remote site for every recovery purpose. So ഇത് മൂന്നും സിമ്പിൾ തന്നെയാണ്, റിപ്ലിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. Okay, ഹലോ, ഓക്കെ ആണോ? ഓക്കെ, സോ ബാക്കപ്പ് ആൻഡ് റിക്കവറി കഴിഞ്ഞു. ഇനി ജസ്റ്റ് ബാക്കപ്പ് പർപ്പസ്. ഓക്കെ, നമുക്ക് 3 പർപ്പസ് ആണ് പെർഫോം ചെയ്യുന്നത് ബാക്കപ്സ്: ഡിസാസ്റ്റർ റിക്കവറി, ഓപ്പറേഷണൽ ബാക്കപ്പ് ആൻഡ് ആർക്കൈവൽ. ഓക്കെ, backups can be performed to address disaster recovery needs. Operational backup is a backup of data at a point in time and is used to restore data in the event of data loss or logical corruptions that may occur during routine processing. And archivals backups are also performed to address archival requirements. ഓക്കെ, അപ്പം പർപ്പസ് എന്താണെന്ന് ചോദിക്കാം ബാക്കപ്പ്. ഓക്കെ, purpose. Okay, നെക്സ്റ്റ് ബാക്കപ്പ് മെത്തേഡ്സ് ആണുള്ളത്. ബാക്കപ്പ് മെത്തേഡ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഹോട്ട് ബാക്കപ്പ് ആൻഡ് കോൾഡ് ബാക്കപ്പ് ഇങ്ങനെ 2 മെത്തേഡ്സ് ആണുള്ളത് കേട്ടോ. എല്ലാവരും ആയോ? നമുക്ക് നമ്മളെ ക്ലാസ്സിൽ നിന്ന് ചെയ്ത ആ 2 പ്രോബ്ലംസ് ലിൻവേസിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയ 5th മൊഡ്യൂളിൻ്റെ ആ 2 പ്രോബ്ലംസ്. ഓക്കെ, ചെയ്യാത്തവർ വേഗം തന്നെ ചെയ്യാം കേട്ടോ. ഇത് ഇനിയും ക്ലാസ്സിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുതേ, വേഗം ചെയ്യാം. ഓക്കെ.
സിമ്പിൾ പ്രോഗ്രാം അല്ലേ? സിമ്പിൾ പ്രോബ്ലം അല്ലേ? രണ്ടെണ്ണല്ലേ ഉള്ളൂ. ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ ബാക്കപ്പ് മെത്തേഡ്സ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടെണ്ണമാണുള്ളത്, ഹോട്ട് ബാക്കപ്പ് ആൻഡ് കോൾഡ് ബാക്കപ്പ്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. കമ്പാരിസൺ ചോദിക്കാം. കമ്പയർ ഹോട്ട് ബാക്കപ്പ് ആൻഡ് കോൾഡ് ബാക്കപ്പ്, ആ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, സോ ഹോട്ട് ബാക്കപ്പ് ആൻഡ് കോൾഡ് ബാക്കപ്പ്. ഹോട്ട് ബാക്കപ്പ് എന്ന് പറയുന്ന സമയത്ത് ഇതിന് ഓൺലൈൻ ബാക്കപ്പ് എന്നും പേരുണ്ട് കേട്ടോ. ഹോട്ട് ബാക്കപ്പ് ഓർ ഓൺലൈൻ ബാക്കപ്പ്. ഓക്കെ, റീസൺ ഇവിടെയാണ്. ദ ആപ്ലിക്കേഷൻ ഈസ് അപ്പ് ആൻഡ് റണ്ണിങ് വിത്ത് യൂസേഴ്സ് ആക്സസിങ് ദെയർ ഡാറ്റ ഡ്യൂറിങ് ദി ബാക്കപ്പ് പ്രോസസ്. Okay, so this method is also referred to as online backup. Backup process നടക്കുന്ന സമയത്തും യൂസേഴ്സിന് ആപ്ലിക്കേഷൻ ഈ ഡാറ്റാസ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. So it is referred to as online backup. The hot backup of online production data is challenging because data is actively being used and changed. Okay. If a file is open, it is normally not backed up during the backup process. In such situation, an open file agent is required to back up the open file. So here we need an open file agent to back up the open file. Okay, these agents interact directly with the operating system or application and enable the creation of consistent copies of open files. Disadvantage: the agents usually affect the overall application performance. Okay, അപ്പം ഇതിൽ പ്രത്യേകം എടുക്കേണ്ട പോയിന്റ്സ്, ഒന്ന്, ഓൺലൈൻ ബാക്കപ്പ് പ്രോസസ്സിംഗ് നടക്കുമ്പോൾ തന്നെ യൂസേഴ്സിന് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ബാക്കപ്പ് എന്നുള്ളൊരു പേരുണ്ട്. കുറച്ച് ചലഞ്ചിങ് ആണ്, ബിക്കോസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. മീൻസ് ഓൺലൈൻ ബാക്കപ്പ് പ്രോസസ്സിൻ്റെ സമയത്തും യൂസേഴ്സിന് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. സോ ആ ഓപ്പൺ ഫയൽ, ആ ആക്സസ് ചെയ്യുന്ന ഫയൽ ആ സമയത്ത് ബാക്കപ്പ് ചെയ്യൂല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓപ്പൺ ഫയൽ ഏജന്റ് ഉണ്ട്. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം ഈ ഓപ്പൺ ഫയൽസിനൊക്കെ ബാക്കപ്പ് ക്രിയേഷൻ, ആ ഒരു കൺസിസ്റ്റന്റ് കോപ്പീസ് ഒക്കെ ചെയ്യും. ഓക്കെ, സോ ആ ഒരു കാര്യം കാരണം ഇറ്റ് എഫക്ട്സ് ഓവറോൾ ആപ്ലിക്കേഷൻ പെർഫോമൻസ്. ഓക്കെ, ഓക്കെ ആണോ? ഹോട്ട് ബാക്കപ്പ് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, അപ്പം കോൾഡ് ബാക്കപ്പ് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? ബാക്കപ്പ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ it requires call backup. It requires the application to be shut down during the backup process. Okay, comparison ചെയ്യാനുള്ള ഫസ്റ്റ് പോയിന്റ് ആണത്. കമ്പാരിസൺ ആയിട്ട് പറയുന്ന സമയത്ത് ഹോട്ട് ബാക്കപ്പ് യൂസേഴ്സിന് ബാക്കപ്പ് പ്രോസസ് ചെയ്യുന്ന സമയത്ത് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇൻ കോൾ ബാക്കപ്പ് it requires the application to be shut down during the backup process. Okay, hot backupന് ഓൺലൈൻ ബാക്കപ്പ് എന്നുള്ള പേരാണ്. ഇവിടെ കോൾ ബാക്കപ്പിന് it refers to as offline backup. Okay, then consistent backups of databases can also be done by using a cold backup. This requires the database to remain inactive during the backup. Okay, disadvantage ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, database is inaccessible to user during the backup process. All the files must be backed up in the same state for consistent backup of a database that comprises many files. Okay, കുഴപ്പമില്ലല്ലോ hot and cold backup.
Okay. മെത്തേഡ്സ് കഴിഞ്ഞിട്ട് പിന്നെ ആർക്കിടെക്ചറാണ്. ഓക്കെ, അപ്പോൾ ആർക്കിടെക്ചറുടെ മുന്നേ ചെറിയൊരു കാര്യം. ബെയർ മെറ്റൽ റിക്കവറി. ഓക്കെ, ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓക്കെ, ബെയർ മെറ്റൽ റിക്കവറി, ജസ്റ്റ് ഇത് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, it refers to a backup in which OS, hardware, and application configurations are appropriately backed up for a full system recovery. Okay. It refers to a backup in which OS, hardware, and application configurations are appropriately backed up for a full system recovery. BMR, bare metal recovery, builds the base system which includes partitioning, the file system layouts, the operating system, the applications, and all the relevant configurations. BMR recovers the base system first before starting the recovery of data files. Okay. ഏറ്റവും ആദ്യം ചെയ്യുന്നത് ബേസ് സിസ്റ്റം റിക്കവേഴ്സ്. ഓക്കെ, റിക്കവറിങ് ബേസ് സിസ്റ്റം. Some BMR technologies like Server Configuration Backup, SCB, can recover a server even onto dissimilar hardware. Okay. സോ ഈ ഒരു 4 പോയിന്റ്, BMRന്റെ ഈ ഒരു 4 പോയിന്റ് എന്തായാലും അറിഞ്ഞിരിക്കുക. ഇറ്റ് റെഫേഴ്സ് ടു എ ബാക്കപ്പ് ഇൻ വിച്ച് OS, hardware, and application configurations are appropriately backed up for a full system recovery. BMR builds the base system which includes partitioning, the file system, layout, the operating system, the applications, and all the relevant configuration. BMR recovers the base system first before starting the recovery of data files. Some BMR technologies like SCB, Server Configuration Backup, can recover a server even onto dissimilar hardware. ഇത്രയൊക്കെയാണ്. ഹലോ, ബാക്കിയുള്ളവർക്കൊക്കെ അല്ലേ? സോ ഇൻഫോർമേഷൻ അവൈലബിലിറ്റി എന്തായിരുന്നു? ഇൻഫോർമേഷൻ അവൈലബിലിറ്റി ആരെങ്കിലും ഒരാളൊന്ന് പറയുമോ? നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്തതാണ്. ഇൻഫോർമേഷൻ അവൈലബിലിറ്റി എന്തായിരുന്നു? ഹലോ, ആരുമില്ലേ?